ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ വീട്ടിലൊക്കെ എപ്പോഴും ശല്യക്കാരായിട്ടുള്ള എലി, പല്ലി, പാറ്റ ഇതിനെയൊക്കെ നമുക്ക് വേരോടെ നമുക്ക് ഓടിച്ചു വിടാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ്. എലിയെയും പല്ലിയെയും പാറ്റയെയും മാത്രമല്ല, വീട്ടിൽ വരുന്ന കൊതുക്, ഏത് ചെറു പ്രാണികൾ, ഉറുമ്പുകൾ ഇതിനെയൊക്കെ നമുക്ക് വേരോടെ നമുക്ക് വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപയോഗിക്കാത്ത പാത്രം വേണം എടുക്കാനായിട്ട്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് തൈരാണ്, കുറച്ച് പുളിയുള്ള തൈര് ഒരു സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യണത് ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പനിയുടെ ഒരു മരുന്നാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാരസെറ്റാമോളിൻ്റെ ലിക്വിഡ് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 പാരസെറ്റാമോളിൻ്റെ ഗുളികകൾ നല്ല പോലെ പൊടിച്ചിട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഈ തൈരിൻ്റെ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ പല്ലികളും എലികളും പാറ്റകളൊക്കെ ഇതിൻ്റെ അടുത്തേക്ക് ഓടി വരും. അതുമാത്രമല്ല, ഉറുമ്പുകളും ചെറുപ്രാണികളൊക്കെ ഈ പാലിൻ്റെയും തൈരിൻ്റെയൊക്കെ മണം ഒക്കെ ഇഷ്ടമുള്ള ജീവികളാണ്. അപ്പോൾ ഓടി വന്നിട്ട് ഇതെല്ലാം കഴിക്കുക ആർത്തിയോട് കൂടിയിട്ട്. ഉടനെ തന്നെ റിസൾട്ട് വരില്ല. ഇത് ചെല്ലുമ്പോൾ തന്നെ വയറ്റിലെത്തുമ്പോഴേക്കും തന്നെ ഒരു പരവേശം പിടിച്ചിട്ട് ഓട്ടമായിരിക്കും. അതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ്. നമുക്ക് കാർ പോർച്ചിലൊക്കെ എലികളുടെ ശല്യം ഉണ്ടാവും. അതുമാതിരി ഈ നെല്ലും ഒക്കെ കഴിക്കാൻ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഈ മിശ്രിതം വെച്ച് കൊടുത്താൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ വളരെ ശ്രദ്ധിച്ച് അവരെ കൈ എത്തുന്ന ദൂരത്തൊന്നും ഇത് വെച്ച് കൊടുക്കരുത്. അതുപോലെ വീട്ടിൽ പൂച്ചകളെയും പട്ടികളെയൊക്കെ വളർത്തുന്നുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഉള്ള ആളുകളൊക്കെ ഇത് ചെയ്യുന്നത് ഒഴിവാക്കണം. അവർക്കൊന്നും എത്താത്ത സ്ഥലങ്ങളിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻ്റൊക്കെ ഒന്ന് ഇതിൽ എഴുതണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.